നമസ്കാരം. ഓഹരി നിക്ഷേപകരെ തേടിയെത്തുന്ന അധിക വരുമാനങ്ങളിൽ ഒന്നാണ് കമ്പനികൾ നൽകുന്ന ഡിവിഡൻഡ് അഥവാ ലാഭവിഹിതം. ഇടക്കാല ലാഭവിഹിതമായും അന്തിമ ലാഭവിഹിതമായും സ്പെഷ്യൽ ലാഭവിഹിതമായും ഒക്കെ കമ്പനിയുടെ പാരിതോഷികം നിലവിൽ ഓഹരി ഉടമകൾക്ക് കൈമാറപ്പെടുന്നു. പുതിയ വ്യാപാരാഴ്ചയിൽ അതായത് 2024 മെയ് 6 മുതൽ 10 വരെയുള്ള കാലയളവിൽ നിക്ഷേപകർക്ക് ലാഭവിഹിതം സമ്മാനിക്കുന്ന ഓഹരികളുടെ വിശദാംശമാണ് ഇനി പറയാൻ പോകുന്നത്. ജോൺ കൊക്കേറിൽ ഇന്ത്യ ഫെറസ് നോൺ ഫെറസ് വ്യവസായ മേഖലയിലേക്ക് ആവശ്യമായ കോൾഡ് റോളിംഗ് മിൽ സമുച്ചയങ്ങളും കെമിക്കൽ ഉപകരണങ്ങളും ഇൻഡസ്ട്രിയൽ ഫർണസുകളും കെമിക്കൽ ഉപകരണങ്ങളും ഒക്കെ നിർമ്മിക്കുന്നതും രൂപകൽപ്പന ചെയ്യുന്നതുമായ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയൽ എക്വിപ്മെന്റ് കമ്പനിയാണ് ജോൺ കൊക്കേറിൽ ഇന്ത്യ. നിക്ഷേപകർക്ക് 70% അന്തിമ ലാഭവിഹിതം നൽകുമെന്നാണ് അറിയിപ്പ്. ഇതനുസരിച്ച് പ്രതി ഓഹരി 7 രൂപ വീതം ഓഹരി ഉടമകളുടെ കൈകളിലേക്ക് ലാഭവിഹിതമായി എത്തിച്ചേരും. ഡിവിഡൻഡ് കൈമാറുന്നതിന്റെ ഭാഗമായുള്ള എക്സ് ഡിവിഡൻഡ് തീയതി 2024 മെയ് 6 ആണ്. അതേസമയം 3765 രൂപയിലായിരുന്നു ജോൺ കൊക്കേറിൽ ഇന്ത്യ ഓഹരികളുടെ വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത്. ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസ് സോഫ്റ്റ്വെയർ ധനകാര്യ സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ ഫിനാൻഷ്യൽ സോഫ്റ്റ്വെയർ, IT ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ്, ആപ്ലിക്കേഷൻ വികസനം, കൺസൾട്ടൻസി സേവനങ്ങൾ നൽകുന്ന പ്രമുഖ ബഹുരാഷ്ട്ര IT കമ്പനിയാണ് ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസ് സോഫ്റ്റ്വെയർ. ഓഹരി ഉടമകൾക്ക് 4800% ഇടക്കാല ലാഭവിഹിതമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുപ്രകാരം ഓഹരി ഒന്നിന് 240 രൂപ വീതം നിക്ഷേപകരുടെ കൈകളിലേക്ക് ഡിവിഡൻഡ് ഇനത്തിൽ എത്തിച്ചേരും. അർഹതയുള്ള ഓഹരി ഉടമകളെ കണ്ടെത്തുന്നതിനായുള്ള എക്സ് ഡിവിഡൻഡ് തീയതിയായി മെയ് 7 ആണ് നിശ്ചയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 7785 രൂപയിലാണ് ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസ് സോഫ്റ്റ്വെയർ ഓഹരിയുടെ ക്ലോസിംഗ്. 2023 മെയ് മാസത്തിൽ 225 രൂപ വീതമായിരുന്നു നിക്ഷേപകർക്ക് ലാഭവിഹിതം സമ്മാനിച്ചത്. HCL ടെക്നോളജീസ് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന വൻകിട ഇന്ത്യൻ IT കമ്പനിയാണ് HCL ടെക്നോളജീസ്. നിക്ഷേപകർക്ക് 900% ഇടക്കാല ലാഭവിഹിതം നൽകുമെന്നാണ് കമ്പനിയുടെ അറിയിപ്പ്. ഇതനുസരിച്ച് പ്രതി ഓഹരി 18 രൂപ വീതം ഓഹരി ഉടമകളുടെ കൈകളിലേക്ക് ലാഭവിഹിതമായി എത്തിച്ചേരും. ഇതിനായുള്ള എക്സ് ഡിവിഡൻഡ് തീയതി മെയ് 7 ആണ്. 1347 രൂപയിലായിരുന്നു HCL ടെക്നോളജീസ് ഓഹരികൾ വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത്. ഇക്കഴിഞ്ഞ ജനുവരിയിലും ഇടക്കാല ലാഭവിഹിതമായി ഓഹരി ഒന്നിന് 12 രൂപ വീതം നൽകിയിട്ടുണ്ടായിരുന്നു. ലോറസ് ലാബ്സ് പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ ബയോടെക്നോളജി കമ്പനിയാണ് ലോറസ് ലാബ്സ്. ഓഹരി ഉടമകൾക്ക് 20% ഇടക്കാല ലാഭവിഹിതമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതുപ്രകാരം ഓഹരി ഒന്നിന് 40 പൈസ വീതം നിക്ഷേപകരുടെ കൈകളിലേക്ക് ഡിവിഡൻഡ് ഇനത്തിൽ വരും. അർഹതയുള്ള ഓഹരി ഉടമകളെ കണ്ടെത്തുന്നതിനായുള്ള എക്സ് ഡിവിഡൻഡ് തീയതിയായി മെയ് 8 ആണ് നിശ്ചയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 447 രൂപയിലാണ് ലോറസ് ലാബ്സ് ഓഹരിയുടെ ക്ലോസിംഗ്. 2023 നവംബറിലും 40 പൈസ വീതം നിക്ഷേപകർക്ക് ലാഭവിഹിതം സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. HDFC ബാങ്ക് രാജ്യത്തെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കിംഗ് സ്ഥാപനമാണ് HDFC ബാങ്ക്. നിക്ഷേപകർക്ക് 1950% അന്തിമ ലാഭവിഹിതം നൽകുമെന്നാണ് അറിയിപ്പ്. ഇതനുസരിച്ച് പ്രതി ഓഹരി 19.5 രൂപ വീതം ഓഹരി ഉടമകളുടെ കൈകളിലേക്ക് ലാഭവിഹിതമായി എത്തും. ഇതിനായുള്ള എക്സ് ഡിവിഡൻഡ് തീയതി മെയ് 10 ആണ്. 1518 രൂപയിലായിരുന്നു HDFC ബാങ്ക് ഓഹരികൾ വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ വർഷം ഓഹരി ഒന്നിന് 19 രൂപ വീതമായിരുന്നു ലാഭവിഹിതം നൽകിയത്. ഗുജറാത്ത് ഇൻട്രക്സ് മെറ്റൽ കാസ്റ്റിംഗ് വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്മോൾ ക്യാപ് കമ്പനിയാണ് ഗുജറാത്ത് ഇൻട്രക്സ്. ഓഹരി ഉടമകൾക്ക് 70% ഇടക്കാല ലാഭവിഹിതമാണ് കമ്പനി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതുപ്രകാരം ഓഹരി ഒന്നിന് 7 രൂപ വീതം നിക്ഷേപകരുടെ കൈകളിലേക്ക് ഡിവിഡൻഡ് ഇനത്തിൽ വന്നു ചേരും. അർഹതയുള്ള ഓഹരി ഉടമകളെ കണ്ടെത്തുന്നതിനായുള്ള എക്സ് ഡിവിഡൻഡ് തീയതിയായി മെയ് 10 ആണ് നിശ്ചയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 372 രൂപയിലാണ് ഗുജറാത്ത് ഇൻട്രക്സ് ഓഹരികളുടെ ക്ലോസിംഗ്. 2023 സെപ്റ്റംബറിൽ 10 രൂപ വീതം നിക്ഷേപകർക്ക് അന്തിമ ലാഭവിഹിതം സമ്മാനിച്ചിട്ടുണ്ടായിരുന്നു. ആപ്ടെക് നൈപുണ്യ വികസനത്തിനായുള്ള അനൗപചാരിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന ക്ലാസുകൾ നൽകുന്നതിന് മുൻപന്തിയിലുള്ള സ്ഥാപനമാണ് ആപ്ടെക് ലിമിറ്റഡ്. നിക്ഷേപകർക്ക് 45% ഇടക്കാല ലാഭവിഹിതം നൽകുമെന്നാണ് കമ്പനിയുടെ അറിയിപ്പ്. ഇതനുസരിച്ച് പ്രതി ഓഹരി 4.5 രൂപ വീതം ഓഹരി ഉടമകളുടെ കൈകളിലേക്ക് ലാഭവിഹിതമായി എത്തിച്ചേരും. ഇതിനായുള്ള എക്സ് ഡിവിഡൻഡ് തീയതി മെയ് 10 ആണ്. 239 രൂപയിലായിരുന്നു ആപ്ടെക് ഓഹരികൾ വെള്ളിയാഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത്.
കഴിഞ്ഞ വർഷം ജൂണിൽ ഓഹരി ഒന്നിന് 6 രൂപ വീതം ലാഭവിഹിതം നൽകിയിട്ടുണ്ടായിരുന്നു. ഓഹരി ഒന്നിന് 1.25 രൂപ വീതം അന്തിമ ലാഭവിഹിതം നിക്ഷേപകർക്ക് നൽകുമെന്ന് DCB ബാങ്ക് അറിയിച്ചിട്ടുണ്ട്. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയാകട്ടെ പ്രതി ഓഹരി 1 രൂപ 40 പൈസ വീതം അന്തിമ ലാഭവിഹിതമായി കൈമാറുന്നു. സമാനമായി രാമകൃഷ്ണ ഫോർജിങ്സ് ഇടക്കാല ലാഭവിഹിതമായി ഓഹരി ഒന്നിന് 1 രൂപ വീതം നൽകും. ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ഇന്ത്യ പ്രതി ഓഹരി 20 പൈസ വീതം ലാഭവിഹിതം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുമേഖലാ സ്ഥാപനമായ യൂക്കോ ബാങ്ക് അന്തിമ ലാഭവിഹിതമായി ഒരു ഓഹരിക്ക് 28 പൈസ വീതം നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ ഓഹരികളുടെ എല്ലാം എക്സ് ഡിവിഡന്റ് തീയതി മെയ് 10 ആണ്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.